95% പേർക്കും വാങ്ങാമെങ്കിൽ ഈ 5% പേർക്ക് എന്താണ് അവരുടെ പ്രശ്നം? അവരെന്തിനാണ് ഇത് ഓർഡർ ചെയ്യുന്നത്? അവർക്ക് വേണ്ടായെങ്കിൽ. പക്ഷെ ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇതിന് അയക്കുന്നതിന് ഞങ്ങൾ പോസ്റ്റലിന് ചാർജ് കൊടുക്കണം, അത് തിരിച്ചു വരുന്നതിന് ചാർജ് കൊടുക്കണം, പിന്നെ ഈ പ്രോഡക്റ്റ് ഡാമേജ് ആയത്. എഡിനോറയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കൊരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഈ എഡിനോറ തുടങ്ങിയതിൽ വളരെ പ്രൗഡാണ്. അതേസമയം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് കുറേ പേരുണ്ട്. ഇതൊന്നും പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്നതല്ല. പ്രോഡക്റ്റ് അയക്കാൻ പറയും, ഇവിടെ നിന്ന് COD ആയിട്ട് അയച്ചു കൊടുക്കും. അവരവിടെ നിന്ന് ആ സാധനം അവർ തുറന്നു പോലും നോക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാണ്ട് ആവശ്യമില്ലാത്ത എക്സ്ക്യൂസും പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കും. ഒരു പ്രസ്ഥാനം ഇത് നോക്കൂ, ഞങ്ങൾ ഇത്രയും പേര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇനി നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആൾക്കാരുണ്ട്. അത്രയോ പേരുടെ ജീവിതമാണിത്. ഇത് ഓരോരുത്തർക്ക് കളിയാണ്. അവർക്കിത് ഇവിടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും, ഇവിടെ വിളിച്ച് ഓർഡർ ചെയ്യും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ സാധനം വാങ്ങില്ല. നോക്കൂ, ഇത്രയും ഡാമേജ് ആയി പ്രോഡക്റ്റ്. 95% പേർക്കും വാങ്ങാമെങ്കിൽ ഈ 5% പേർക്ക് എന്താണ് അവരുടെ പ്രശ്നം? അവരെന്തിനാണ് ഇത് ഓർഡർ ചെയ്യുന്നത്? അവർക്ക് വേണ്ടായെങ്കിൽ. പക്ഷെ ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇതിന് അയക്കുന്നതിന് ഞങ്ങൾ പോസ്റ്റലിന് ചാർജ് കൊടുക്കണം, അത് തിരിച്ചു വരുന്നതിന് ചാർജ് കൊടുക്കണം, പിന്നെ ഈ പ്രോഡക്റ്റ് ഡാമേജ് ആയത്. ഒറ്റ മനുഷ്യർ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഇതെന്ത് കഷ്ടമാണ്. ദയവായിട്ട് നമ്മളിങ്ങനെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ നിങ്ങൾക്കൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി തന്നു. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് 89.6% ആൾക്കാർക്ക് ദന്തരോഗമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെ 1-2 പേർക്ക് ദന്തരോഗമുണ്ട്. നിങ്ങൾ പേസ്റ്റുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടല്ല. അപ്പം നിങ്ങൾക്കത് അറിയില്ല. അത് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നു. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇത്രയും ദുഷ്ടത്തരം ഞങ്ങളെ ചെയ്യുന്നതിന്. ഇത് കഴിഞ്ഞ 10 ദിവസമായിട്ട് അയച്ച പ്രോഡക്റ്റാണ്. 10 ദിവസത്തിന് മുമ്പ് അയച്ച പ്രോഡക്റ്റാണ്. ഇതുപോലെ ഞങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്തിനും ഓർഡർ ചെയ്യണം. അവിടെ വരുമ്പോൾ നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്തുമാത്രം എഫേർട്ടാണ് ഇതിൽ പാഴായി പോകുന്നത്. ദയവായി ഇത് ചെയ്യരുത്. ഇത് ഏകദേശം എനിക്ക് 2-3 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ ഇതൊന്ന് അറിയണം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന്. ഇപ്പം ഇവർ പറയും COD കൊടുത്തില്ലെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടും കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും ഞങ്ങളോട്. ഈ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഓരോ നിർമ്മാതാക്കൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിച്ചേരുന്നത്. അല്ലാണ്ട് ആമസോണോ ഫ്ലിപ്കാർട്ടോ വാങ്ങി വെച്ചിട്ടല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നത്. ഇത് വളരെ വേദനാജനകമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനെ വാക്കെന്ന് പറഞ്ഞാൽ നല്ല സഭ്യമായ ഭാഷയിൽ ഇതിന് വാക്ക് പറയാൻ പറ്റില്ല. അത്രയും വൃത്തികേടാണ് ഞങ്ങളുടെ ഈ കാണിക്കുന്നത്. 95% പേർക്കും വാങ്ങാമെങ്കിൽ ഈ 5% പേർക്ക് എന്താണ് അവരുടെ പ്രശ്നം? ദയവായി നിർത്തുക. നിങ്ങൾ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ മാത്രം വാങ്ങിക്കുക. നിങ്ങൾ എന്തിനാണ് ഞങ്ങളിൽ നിന്ന് COD വാങ്ങിക്കുന്നത്? ഞങ്ങൾ വളരെ വിസിബിൾ അല്ലേ? എൻ്റെ പേര് പ്രഭാകരൻ ഗോപിനാഥൻ എന്നാണ്. നിങ്ങളുടെ എല്ലാ പേരുടെയും സ്മാർട്ട് ഫോണാണുള്ളത്. നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്തിട്ട് അതിൽ പ്രഭാകരൻ ഗോപിനാഥൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. എൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. എൻ്റെ DIN നമ്പർ അതുൾപ്പെടെ നിങ്ങൾക്ക് സർവ്വ ID നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ COD ചോദിക്കുന്നത് ഞങ്ങളെ ഇതുപോലെ പറ്റിക്കാനായിട്ടാണ്. ദയവായി നിങ്ങൾ അത് ചെയ്യരുത്. വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനത്തിന്, എത്രയെങ്കിലും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നിങ്ങൾ ദയവായി നശിപ്പിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഓക്കെ. അതേസമയം നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണമാണ് വീണ്ടും ഇതുപോലെയുള്ള അവരെന്താ പറയുകയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരൊന്നും പറയേണ്ട കാര്യമില്ല. നല്ല സുഹൃത്തുക്കളെന്ന് തന്നെ പറഞ്ഞു. നല്ല സുഹൃത്തുക്കൾ നമ്മളെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട്. ഇതുപോലെ താങ്ക്സ് പറയാനായിട്ട് മനസ്സില്ല എങ്കിലും താങ്ക്സ് പറയേണ്ടതാണ് എൻ്റെ ഒരു മര്യാദ. താങ്ക് യു വെരി മച്ച്.